വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോസസ്സാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇത് സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യാനും സെപ്പറേറ്റ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ദ കട്ടിംഗ് ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റിസൾട്ട് ഇൻ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA. അതായത് കട്ട് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്തു, ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കിട്ടിയില്ലേ. ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ടെക്നിക് കോൾഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിനെന്ത് ചെയ്യണം, ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞ ടെക്നിക് കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സിൻസ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇമ്പോർട്ടൻ്റ് ആട്ടോ, ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഒബ്ജക്റ്റീവ്സിലൊക്കെ ചോദിക്കും, DNA ഫ്രാഗ്മെൻറ്റ്സ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്, ഈസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? അല്ല, DNA fragments are negatively charged. They can be separated by forcing them to move towards anode. അതായത് ആനോഡിലോട്ട് മൂവ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യും. DNA നെഗറ്റീവ് ആണ്, അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആനോഡിലോട്ട് DNA മൂവ് ചെയ്യിപ്പിക്കും. അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മീഡിയം ഓഫ് ജെൽ അഗറോസ് ജെൽ. ഒരു ഇലക്ട്രിക് മീഡിയം കണ്ടോ, ഇലക്ട്രിക് മീഡിയത്തിൽ ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക, സാമ്പിൾ ഒഴിക്കുക. ഇവിടെ ഒരു വെല്ലുണ്ട്, ആ വെല്ലിൽ ഒഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും, സാമ്പിൾ മൂവ് ചെയ്യും ടു ആനോഡ്. ഇറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു മൂവ് ടു ആനോഡ് ബൈ അണ്ടർ എൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ എ മീഡിയം അഗറോസ് ജെൽ. ഇവിടെ അഗറോസ് ജെൽ എന്ന് പറയുന്നൊരു മീഡിയം ഉണ്ട്. ദ DNA ഫ്രാഗ്മെൻറ്റ്സ് വിൽ മൂവ് ഇൻ ഡിഫറെൻറ്റ് സ്പീഡ് ബേസ്ഡ് ഓൺ ദെയർ സൈസ്. ഓരോരോ സ്പീഡിലാണ് DNA ഫ്രാഗ്മെൻറ്റ്സ് മൂവ് ചെയ്യുക. ദ സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ് ദ ഫാർദർ വിൽ ഇറ്റ് മൂവ്. സ്മോളർ ആണെങ്കിൽ അത് ഏറ്റവും ദൂരത്തായിരിക്കും കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെല്ല്. സൈസ് കൂടുതലുള്ളത് എവിടെയാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. ഏറ്റവും സ്മോളറൊക്കെ എവിടെയാണ്, തറ്റത്താണുള്ളത്. ഫാർദർ ഇറ്റ് വിൽ മൂവ്. ദ സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ആർ വിഷ്വലൈസ്ഡ് ബൈ സ്റ്റെയിനിങ് ദം വിത്ത് എത്തിഡിയം ബ്രോമൈഡ്. ഇത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, കാരണം ജെല്ലല്ലേ, അല്ലെങ്കിൽ DNA അല്ലേ. അപ്പോൾ DNA നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു എന്താണ് യൂസ് ചെയ്യുന്നത്, ഒരു കളർ യൂസ് ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. ഇത് UV റേഡിയേഷനോട് എക്സ്പോസ് ചെയ്താൽ കാണാൻ പറ്റും. ഓറഞ്ച് കളറായിട്ടാണ് കാണുക, ലൈറ്റ് ഓറഞ്ച് കളറായിട്ട്. ദ തിക്ക് ബാൻഡ് റെപ്രസെൻറ്റ് ലാർജർ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് തിൻ ബാൻഡ്സ് റെപ്രസെൻറ്റ് ദ ഷോർട്ടർ ഫ്രാഗ്മെൻറ്റ്സ്. സ്മോളർ ദ ഫ്രാഗ്മെൻറ്റ്സ് റെപ്രസെൻറ്റ്സ് ബൈ തിൻ ബാൻഡ്സ് ആർ കട്ട് ഔട്ട് ആൻഡ് ഐസൊലേറ്റഡ് ഫ്രം ദ ജെൽ ബൈ ദ ടെക്നിക് കോൾഡ് ഇല്യൂഷൻ. അതായത് ഇവിടെ എത്തിയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് സ്മോളർ ആയിരിക്കൂലേ, ഇതിനെ കട്ട് ചെയ്തെടുക്കുക. പ്രോസസ്സിൻ്റെ പേരാണ് എല്യൂഷൻ. ഇനി കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ റെസ്ട്രിക്ഷൻ എൻസൈംസ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ യൂസ്ഡ് ഫോർ കട്ടിങ് ദി DNA ആൻഡ് വേർ ആർ ദേ യൂസ്ഡ്? ദേ ആർ യൂസ്ഡ് ഫോർ, എവിടെയാണ് യൂസ് ചെയ്യുന്നത്? DNA-കളെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് വേർ ആർ ദേ ഒബ്റ്റെയിൻഡ് ഫ്രം? ഒബ്റ്റെയിൻ ചെയ്തത് എവിടെ നിന്നാണെന്ന് അറിയില്ലേ? റീകോംബിനൻറ്റ് DNA-യുടെ ആ ഒരു ഇത് പറഞ്ഞു കൊടുത്താൽ മതി. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ. Why bacteria synthesize such an enzyme? And how is the action of endonuclease differ from exonuclease? പിന്നെ explain the method naming restriction enzyme with an example. പിന്നെ recognition sequence എന്താ? What is palindrome sequence? Sticky ends എന്താ? പിന്നെ രണ്ട് സയൻറ്റിസ്റ്റ് ആരായിരുന്നു? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. എപ്പോഴാണ് നടന്നത്? 1972. Agarose gel electrophoresis is used for separation and isolation of DNA fragments. How? Explain how DNA fragments are separated by this technique. What is the use? Why we are using ethidium bromide in genetic engineering? Okay.